ബി.ജെ.പി. ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നെടുങ്കണ്ടം, രാജാക്കാട്, പൂപ്പാറ, ശാന്തൻപാറ തുടങ്ങിയിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകരാണ് പരിപാടികളുടെ ഭാഗമായത്. വിവിധ മേഖലകളിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഡൽഹി കേരളത്തിലും ആവർത്തിക്കുമെന്ന് ബി.ജെ.പി. ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് അനീഷ് പറഞ്ഞു. അതിനു മുമ്പായി 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടി അഴിമതിയുടെ പേര് പറഞ്ഞ് UPA സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി ഇന്ന് അതേ അഴിമതി നടത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി തന്നെ ആയിട്ടാണ് ഒരു മുഖ്യമന്ത്രി അഴിമതിയുടെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ആ അഴിമതിയുടെ പേരിൽ ആരോപണം ഏറ്റുകൊണ്ട് തന്നെ ആ പാർട്ടിയെ ഡൽഹിയിലെ ജനത തൂത്തെറിഞ്ഞു. പകരം ദേശീയതയ്ക്കൊപ്പം ജനങ്ങൾ കൈകോർക്കുകയും ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ കൈപിടിച്ചുയർത്തി 48 സീറ്റുകൾ നിന്ന് ഡൽഹിയുടെ ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ നടത്തുകയും ഈ ഒരു ഭരണമാറ്റം ഇനിയും ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന കേരളത്തിലും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കിയ വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ വിജയം. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ 0 നേടുന്നതിൽ കോൺഗ്രസിന് ഹാട്രിക് ലഭിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വലിയ സന്ദേശമാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അവർക്ക് പരാജയത്തിന്റെ സ്വർണ്ണ മെഡലാണ് ജനം നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. കാരണം അഴിമതിക്കെതിരെ പോരാടുന്ന പാർട്ടിയായിട്ട് വന്ന ആം ആദ്മി പാർട്ടി രൂപയാണ് മദ്യ കുംഭകോണത്തില് അഴിമതി നടത്തിക്കൊണ്ട് ഇതവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും അഴിമതിക്ക് പേര് പറഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റുക മാത്രമാണ് കേജ്രിവാൾ ചെയ്തതെന്ന് ഡൽഹി ജനതയ്ക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്ത് ഒരഴിമതിയുമില്ലാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ ജനങ്ങൾ ഇന്ന് നെഞ്ചോട് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി വളരെ ഉജ്ജ്വലമായ രീതിയിൽ ഡൽഹിയിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അഴിമതിയുടെ പേരിൽ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 15 വർഷക്കാലം ഭാരതത്തിൽ ഈ ഡൽഹിയിൽ വളരെ അഴിമതി ആയ ഒരു ഭരണമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ വളരെ ഉജ്ജ്വലമായ രീതിയിൽ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നു. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പരിപാടികൾക്ക് മണ്ഡലം പ്രസിഡന്റ് KP അനീഷ്, നേതാക്കളായ അഡ്വക്കേറ്റ് വിനോജ് കുമാർ, ബിജു കോട്ടയിൽ, ബിനോയ് AS, KP രാധാകൃഷ്ണൻ, അജീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.